ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. രാവിലെ ആയതേ ഉള്ളൂ, ഒരു 7 മണി കഴിഞ്ഞു. അപ്പൊ ഞാനിന്ന് നേരത്തെ എഴുന്നേറ്റു. ഓഫുള്ള ദിവസങ്ങളിൽ ഞാൻ ഇത്ര നേരത്തെ എഴുന്നേക്കാറില്ല. ഇന്ന് എനിക്ക് ആനുവൽ ലീവ് ആണ്. ഇനി ഒരു 2 ദിവസം കൂടെ ഉണ്ട് ആനുവൽ ലീവ്, പിന്നെ നമുക്ക് ഷിഫ്റ്റ് തുടങ്ങും. അപ്പൊ ഈ ഒരു വീക്കില് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് വരുവാണ് നാട്ടിൽ നിന്ന്. ഓൾറെഡി എയർപോർട്ടിൽ വന്നു. ഇനി അവിടുന്ന് ബസ് കയറി വന്നോളൂ. നാഷണൽ എക്സ്പ്രസ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനിങ്ങ് വരും. ഒരു 3-4 hours എടുക്കും, കാരണം ഒരു ബസ് മാറി കയറണം ഇടയ്ക്ക്. അവിടെ കുറച്ച് വെയിറ്റിംഗ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പൊ നമ്മൾ കുറെ പ്രാവശ്യം ആയല്ലോ ഇങ്ങനെ ഇടയ്ക്ക് വരും, തിരിച്ചു പോകും. അപ്പൊ നമുക്ക് എത്ര തവണ ഇങ്ങനെ വന്നു പോയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അവർ വരുന്ന ഡേയിലെ അല്ലെങ്കിൽ അവർ വരുന്നതിന് മുന്നേ ഉള്ള ഡേയിലെ. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ എക്സൈറ്റ്മെന്റ് കൊണ്ട് എനിക്ക് നല്ല ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ വരവിന് എല്ലാ പ്രാവശ്യത്തിനേക്കാളും എക്സ്ട്രാ സ്പെഷ്യലാണ്. എനിക്കിനി ഫുഡൊക്കെ ഉണ്ടാക്കണം. ലഞ്ച് കഴിക്കുന്ന ടൈമിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ചിക്കൻ കറി ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയൊക്കെ നമുക്ക് രാവിലെ ചെയ്യണം. അപ്പം പുള്ളിക്കാണെങ്കിലും അങ്ങനെ ഒത്തിരി കറികളൊന്നും വേണമെന്നില്ല, ചിക്കനാണ് മെയിൻ. അപ്പോൾ ചിക്കൻ ഫ്രൈയും കൂടെ ചെയ്യണം. പിന്നെ എന്തെങ്കിലും തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. ഉറപ്പാണ് 12 കഴിഞ്ഞേ വരത്തുള്ളെന്ന്. ലഞ്ച് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡേ കഴിയും. ബിക്കോസ് ഇന്ത്യൻ ടൈം ആയതുകൊണ്ട് തന്നെ നേരത്തെ ഉറക്കം വരും. ജെറ്റ് ലാഗ് കാണുമല്ലോ. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ശരിക്കും ജെറ്റ് ലാഗ് ആയിരുന്നു. എനിക്കിത് പോകുന്നിടം വരെ ജെറ്റ് ലാഗ് ആയിരുന്നു. അതിന് മെയിൻ കാരണം പുള്ളി ഇവിടെ വന്നാലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യൻ കമ്പനിക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ ഇന്ത്യൻ ടൈം അനുസരിച്ച് എഴുന്നേക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ 4 മണി 5 മണി, ഈ തവണ 5 മണിക്ക് എഴുന്നേറ്റാൽ മതി. 5 ആകുമ്പോഴത്തേക്കും എഴുന്നേക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉറക്കം ഡിസ്റ്റർബ് ആകുന്നുണ്ട് രാവിലെ. അപ്പം പിന്നെ ആ ഒരു പ്രോപ്പർ ഇവിടുത്തെ ടൈമിങ്ങിലോട്ട് വന്നില്ലായിരുന്നു ലാസ്റ്റ് ടൈം. ഇത്തവണ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത്തവണ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പൊ സമ്മർ ആണല്ലോ, കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് മനസ്സിന് കുറച്ച് സന്തോഷമെങ്കിലും കിട്ടും. അപ്പൊ എന്താണെങ്കിലും നമുക്കിനി കിച്ചണിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഞാൻ കിച്ചണിലോട്ട് വന്നു. നമ്മുടെ കിച്ചൺ ഡ്യൂട്ടീസ് തുടങ്ങാം. അപ്പൊ ഞാൻ ഷടപടയെന്നെല്ലാം ചെയ്യട്ടെ. വരുന്നതിന് മുമ്പ് എല്ലാം തീർക്കണം, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നത് ശരിയാകത്തില്ലല്ലോ, വിശന്നായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാനിവിടെ ചിക്കൻ കറി മാത്രം ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലല്ലേ ഇന്ന് ടേസ്റ്റ് ആകത്തുള്ളൂ. പക്ഷെ വലിയ കളറൊന്നും ഇല്ല. ഞാനിപ്പം വലിയ സ്പൈസി ചിക്കൻ കറി അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. ഒത്തിരി വെരി ലിമിറ്റഡായിട്ട് ഇത്തിരി മുളക് പൊടിയൊക്കെ ഇടാറുള്ളൂ. അതാണ് കളറൊക്കെ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടേസ്റ്റിന് വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും അത് റെഡിയാണ്. പിന്നെ ചിക്കൻ ഉള്ളത് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. മസാലയെല്ലാം തേച്ച് മാരിനേറ്റ് ചെയ്ത് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ആളൊരു ഫ്രൂട്ട്സിൻ്റെ ആളായതുകൊണ്ട് ഞാനിവിടെ എല്ലാ ഫ്രൂട്ട്സും കൊണ്ട് നിറച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഫ്രൂട്ട്സ് ഇവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്ക് ചോറ് കിട്ടിയില്ലെങ്കിലും ഫ്രൂട്ട്സാണ് മെയിൻ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട്ടിലോട്ട് ശരിക്കും ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങളിങ്ങോട്ട് മാറിയിട്ടേ 2.5 മാസം ആയതേ ഉള്ളൂ. ഇത്തവണ ഒത്തിരി എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞാൻ ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പിലെത്തി. ഷിനജസ്റ്റിന് ഓൾറെഡി വന്നു. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞിട്ടിരിക്കുമായിരുന്നു, എല്ലാം നല്ല സ്മൂത്തായിരുന്നു, പെട്ടെന്ന് വന്നു എന്ന്. പക്ഷേ ഇവിടെ മാത്രം ഞാനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യിച്ചു. അപ്പോൾ ഞാൻ നോക്കട്ടെ ഏത് സ്റ്റോപ്പിലാണെന്ന് ഞാൻ ചോദിച്ചില്ലായിരുന്നു. ഐ തിങ്ക് എനിക്ക് കാണാം, അവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പം പറയാം, ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വരാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു, നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടെന്ന് വേണമെങ്കിൽ പറയും. നമുക്ക് നോക്കാം. എനിക്ക് കാണാം, അവിടെ നിൽപ്പുണ്ട്. ഹായ്, ഹലോ ഹലോ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ഫസ്റ്റ് ടൈം ഈ പ്രാവശ്യം സ്മൂത്തായിട്ട് പോയി. ഞാൻ അത് പറഞ്ഞു, ഇപ്പം പറയും ഫസ്റ്റ് ടൈം ഇത്ര സ്മൂത്തായിട്ട് വന്നത്. പക്ഷെ എന്നെ വെയിറ്റ് ചെയ്ത് നിന്ന് മാത്രം. എങ്ങനെയുണ്ട് എൻ്റെ ക്യാമറ? ഷിനജസിനപ്പം എൻ്റെ ക്യാമറ കണ്ടിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കാണുന്നത്. നമ്മൾ രണ്ടും ബ്ലൂ ആണല്ലോ. ഞാൻ എപ്പം ബ്ലൂ ഇട്ടാലും ഷിനജസിന് യൂണിഫോം ഇട്ട് നിൽക്കുമ്പോഴും ഷിനജസിന് മിക്കപ്പോഴും ബ്ലൂ കളർ ഡ്രസ്സ് ഇടും. അപ്പം ഞാൻ പറയാം, നമ്മൾ രണ്ടും ബ്ലൂ ആണല്ലോ, എന്നാൽ ഡ്യൂട്ടിക്ക് പോരെ. അതുപോലെ ഇപ്പോഴും സെയിം ബ്ലൂ. നല്ല വെയിലുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തു. ടാക്സിക്ക് വെയിറ്റ് ചെയ്യുവാണ്, എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഷിനജസിനോട് പറയായിരുന്നു, ഷിനജസിന് ചെറുതായ പോലെ ഇരിക്കുന്നു, ഹൈറ്റും വെയിറ്റും എല്ലാം. ഞാൻ വലുതും
കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുട്ടി ഇച്ചിരി വണ്ണം വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഡയറ്റൊക്കെ ചെയ്ത് ക്ഷീണിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാനെന്തോ വലുതുപോലെ എനിക്ക് തോന്നുന്നു, ഹൈറ്റും വെയിറ്റും എല്ലാം കൂടുതൽ പോലെ. എൻ്റെ ക്രോക്സ് കാരണം ശനിച്ചൻ്റെ ഫ്ലാറ്റാണ് എൻ്റേത്. എന്നാ ഇത് ബ്ലാക്ക് കളറായിരുന്നു, ഇപ്പോൾ ബ്രൗൺ കളർ. ശരിക്കും പറഞ്ഞാൽ UK വന്നിട്ട് വേണം അത് പിന്നെയും ബ്ലാക്ക് ആക്കാനൊന്ന്. ഇന്ത്യയിൽ ഇട്ട് കഴിയുമ്പോഴേ പൊടി അടിക്കുമല്ലോ, ഇവിടെ അത്ര പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പം വീട്ടിൽ ചെന്ന പക്ഷേ കുറേ നിബന്ധനകളുണ്ട്. ഇന്ന് 4 മണി വരെ നമ്മളോട് സംസാരിക്കരുതെന്നാണ് ആലിസ് മേഡം പറഞ്ഞേക്കുന്നത്. അവൾക്ക് നൈറ്റ് കഴിഞ്ഞിട്ട് ഉറക്കുക, ഇന്നും നൈറ്റ് ഉണ്ട്. അപ്പോൾ എന്താണേലും നമുക്ക് വീട്ടിലോട്ട് പോവാം. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മുടെ വീട്. വെൽക്കം ഹോം. ബാ, ഈ റൂമിൽ വെക്കാം, നമ്മുടെ റൂം. യെസ്, ഇവിടെ വെച്ച് മൂലയ്ക്കോട്ട് വെച്ചു. ലാസ്റ്റ് ടൈമിൽ വലിയ റൂമായിരുന്നല്ലേ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ശിവൻചേച്ചൻ ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് കഴിക്കാൻ കൊടുത്താൽ പിന്നെ നല്ലതായിട്ട് കിടന്നൊന്ന് ഉറങ്ങാമല്ലോ. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ളത് ഞാൻ രാവിലെ കാണിച്ച ചിക്കൻ കറി, ചോറ്, തോരൻ, പിന്നെ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ വന്ന യോഗട്ടാണ്. അപ്പം ഞാൻ യോഗട്ടിൻ്റെ 2 പാക്കറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പോയപ്പോൾ എയർ ഫ്രയറിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും റെഡിയായി. അപ്പോൾ ഈ എയർ ഫ്രയർ വാങ്ങിച്ചത് പിന്നെ ഞാൻ നോർമലി എണ്ണയിലിട്ട് ചിക്കൻ അങ്ങനെ വറക്കാറേ ഇല്ല. ഇപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ മൊട്ടച്ചയല്ല, ഇതെൻ്റെ മുടി. ഫുഡെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ യോഗട്ട് എടുത്ത് ഇങ്ങോട്ടിട്ടതാണ്, പക്ഷെ അത് പോയത് താഴോട്ടാണ്. അത് നമുക്ക് ക്ലീൻ ആക്കണം. അപ്പോൾ ഇവിടെ റെഡിയായി എല്ലാം. ഇഷ്ടപ്പെട്ട ഐറ്റംസാണ്. ചിക്കൻ ഉണ്ടെങ്കിൽ സന്തോഷമാണ്. ഞാൻ ലേറ്റായിട്ടാണ് കഴിച്ചേ. ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. ഡൈനിങ് ടേബിളില്ല. ഡൈനിങ് ടേബിൾ ഇന്ത്യയിലാ, കാപ്പി ഗുജറാത്തിൽ. ഓക്കെ കഴിക്കേ. ടേസ്റ്റ് ചെയ്തിട്ട് പറ എങ്ങനെയുണ്ടെന്ന് എൻ്റെ ഫുഡ്. ഓക്കെ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയിൽ എന്തോ ഉണ്ടെന്ന് നമുക്ക് നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. ഞാൻ വരുന്നുണ്ട്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഷെറിൻ ചേച്ചി വിളിച്ചു. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. ജസ്റ്റ് അല്ല, വന്നു കയറി കുളിച്ചു കഴിച്ചു. അതാണ് ഷിന ചേച്ചിന്റെ ജസ്റ്റ്. ചേച്ചിയുടെ കുഞ്ഞില്ലേ 3ാമത്തെ, അവന് ഇങ്ങനെ കുറച്ചു നേരം ഇത് മുട്ടയിൽ ഓടി വരഞ്ഞിട്ട് ആരും നോക്കത്തില്ലല്ലോ, അവൻ തന്നെ ഇരുന്നിട്ട് ക്ലാപ്പ് ചെയ്യും. സെൽഫ് മോട്ടിവേഷൻ. അങ്ങനെ നമ്മുടെ ലഞ്ചും പരിപാടിയും കഴിഞ്ഞു. പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല, ബിക്കോസ് ഞാൻ രാവിലെ ലേറ്റായിട്ടാണ് കഴിച്ചത്. ഷിനജസിനെ വിളിക്കാൻ പോകുന്നതിന് കുറച്ച് മുന്നാണ് ഞാൻ കഴിച്ചിട്ട് പോയത്. ഹൗ വാസ് മൈ കുക്കിംഗ്? ഗുഡ്. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ഓ, എനിക്കറിയത്തില്ല. അവിടെയും കിട്ടും, പക്ഷേ ഇവിടെ എല്ലാം സോർട്ടഡ് ആക്കി വെക്കുമല്ലോ, ഈസി. ജസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. പക്ഷെ അതിന്റെ സ്കിൻ ഞാനാണ് എടുത്ത് കളഞ്ഞത്. ശനിദിവസം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം ഡ്രം സ്റ്റിക്ക് വാങ്ങിച്ചിങ്ങനെ ഉണ്ടാക്കി നോക്കി. യൂഷ്വലി ഞങ്ങൾ വാങ്ങിക്കാറില്ലത്. ഞങ്ങൾ മൊത്തത്തിലൊരു ചിക്കൻ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഫില്ലറ്റ്സോ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അന്ന് അത് വാങ്ങിച്ച് ഫ്രൈ ചെയ്തപ്പം തൊട്ട് ഇവിടെ എല്ലാവരും അതിൻ്റെ ഫാൻസാണ്. അപ്പോൾ ഈ പ്രാവശ്യം വരുമെന്ന് പറഞ്ഞപ്പോഴേ ഞാനത് കുറേ വാങ്ങിച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചോറിനേക്കാട്ടിലും അതാണ് കൂടുതൽ കഴിച്ചിട്ടിരിക്കുന്നത്. നേരത്തെ ചിക്കൻ കറിയൊക്കെ ആയിരുന്നെങ്കിൽ അത് കൂട്ടി ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഡ്രം സ്റ്റിക്ക് കണ്ടപ്പോൾ അത് മതി. പിന്നെ അതുപോലെ എനിക്ക് വേറൊരു സർപ്രൈസും കൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ കിച്ചണിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ഇനി ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു എന്താ വലിയ സർപ്രൈസ്, എനിക്കറിയാം എന്തെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് ആയിരിക്കുമെന്ന്. ബിക്കോസ് എൻ്റെ കയ്യിൽ ഒരു അലക്സ ഉണ്ട്, ആമസോൺ അലക്സ. അത് 5 years മുന്നേ ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ഗിഫ്റ്റ് തന്നേക്കുന്നത് ഒരു പ്രൊജക്ടറാണ്. സത്യം പറഞ്ഞാൽ ഇത് ഈ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച കാര്യമാണ്. അതെന്നാന്ന് ചോദിച്ചാൽ ഇവിടെ വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ. മറ്റിടത്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അലൗഡല്ല, അതുകൊണ്ട് നമ്മളതൊന്നും യൂസ് ചെയ്തില്ല. ഇവിടെ അലൗഡാണ്, പക്ഷെങ്കിൽ ഒന്നും ഇല്ല. ഇതൊരു വീട് പോലെയല്ലേ, ഒരു വീട്ടിലൊറ്റയ്ക്കിരിക്കുന്ന ഒരു ഫീല് വന്നു.
അപ്പോൾ ഇവിടെ കൂടുതൽ ഉറക്കമായിരുന്നു. ഇപ്പോൾ എനിക്കിത് കിട്ടിയപ്പോൾ ഒത്തിരി ഹാപ്പിയായി. എനിക്കിപ്പോൾ ഫോണിൽ ഒത്തിരി നോക്കുന്നത് ഇഷ്ടമില്ല. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ട് തോന്നി. നോക്ക് കാണിക്ക് ഷിൻജ. ഓക്കെ, നമുക്കിനി കിടന്നുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ മതി. വാവ്, അങ്ങനെ ഒരു പ്രൊജക്ടർ കിട്ടി. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ആലീസും ഞാനും പറഞ്ഞു, കാരണം കഴിഞ്ഞ വീട്ടിൽ വെച്ച് ഏഷ്യൻ ദിവസം പറയായിരുന്നു പ്രൊജക്ടർ വാങ്ങിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അവിടുത്തെ ലാൻഡ് ലേഡി ആണെങ്കിലും ബിൽസ് കൂടുന്നതെന്നൊക്കെ കംപ്ലയിൻറ്റ് പറയുന്ന ആളായിരുന്നു. ഞാൻ പറഞ്ഞു എന്തിനാ എക്സ്ട്രാ സാധനമൊക്കെ വാങ്ങിച്ച് വെറുതെ അവരെ വെറുപ്പിക്കണ്ട. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആലീസ് പറഞ്ഞു അന്ന് ശിവചേട്ടൻ പറഞ്ഞ പോലെ വാങ്ങിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇത് ഇപ്പം കുട്ടി എനിക്ക് ഗിഫ്റ്റായിട്ടേ കൊണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്. ശരി, പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഓപ്പോസിറ്റ് വോളിൽ ഇവിടെ വെക്കുന്ന ഷിൻജ, നമ്മൾ അവിടെ തല വെച്ചിട്ട് ഇവിടെ വെക്കണം. റിമോട്ട് ഉണ്ട്, ബാറ്ററി ഇല്ല, ഞാൻ മറന്നുപോയി. ബാറ്ററി നമുക്ക് ആലിസിൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവളുടെ ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അതുപോലെ ഐ തിങ്ക് അവളുടെ കയ്യിലുണ്ട്. ഒരു തിൻ ബാറ്ററി ആയിട്ടില്ല, നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് കടയിൽ പോവാം. എനിവേ നാളെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പ്ലാനുണ്ട്. അപ്പം ചിക്കനും വാങ്ങിക്കണം. അപ്പം നമുക്ക് നടത്തിക്കൊണ്ട് പോവാം. ഇനിയിപ്പം നമുക്ക് പാർട്ട്ണറായല്ലോ നടക്കാനായിട്ട്. ഇത്ര നാൾ ഒറ്റയ്ക്കാന്നും പറഞ്ഞ് നടക്കാതിരിക്കും, ഇനിയിപ്പം നടക്കാം. പിന്നെ നമ്മുടെ പ്രൊജക്ടർ ഓണാക്കി എല്ലാം ചെയ്യണമെങ്കിൽ ആലീസ് ഉണരണം. അവളുടെ കയ്യിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ബാറ്ററി ഇതിന് കറക്റ്റായിട്ടുള്ളത്. നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഇവിടെ ശരഞ്ജസ് ഉറക്കം തൂങ്ങി ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് നോക്ക്, ആ കണ്ണാടി മാറ്റിയാൽ അറിയാം കണ്ണ് എത്ര റെഡായിട്ടിരിക്കുവാന്ന്. ഉറങ്ങണ്ടേ ശരഞ്ജ? കണ്ണെല്ലാം കൊഴിഞ്ഞ് റെഡായിട്ട് ഉറക്കം 2-3 ദിവസത്തെ ഉറക്കം ബാക്കിയാണ്. വരുന്നതിൻ്റെ അന്നും ഓഫീസിൽ പോയിട്ടാണ് എയർപോർട്ടിലോട്ട് പോയത്. അത്ര ഡെഡിക്കേഷനാണ്. പിന്നെ അപ്പോൾ നമ്മളപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഇവിടെ ലൈറ്റെല്ലാം ട്രിപ്പ് ആകുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. റൂമിലെ ഓക്കെ, ഇപ്പം ഈ കോറിഡോറിലേത് പോയി. അപ്പം ഇവർ രണ്ടുപേരും കൂടെ അത് നോക്കുമായിരുന്നു. ശരിയാക്കിയോ? ഗ്ലാസ് വെച്ചാ ആയി. ലൈറ്റ് വന്നേ. ഓക്കെ, അപ്പൊ നമുക്ക് ആലിസിന്റെ റൂം ടൂറിലോട്ട് പോവാം. ഇത്ര വലിയ റൂമിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. ആലീസ് ഓടിക്കുമല്ലോ. ആലീസ് ഇത് എന്തത്തിനാ? അപ്പോഴേ ഞാൻ പറഞ്ഞു മാറ്റി വെച്ചോ, അല്ല വരുമ്പോഴേ ശിരജസന അത് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഗാർഡൻ ഫൗണ്ടേഷൻ ബാറ്ററി വാങ്ങിക്കോ. ആ കൊച്ചു എടുക്കട്ടെ തപ്പി. നമുക്ക് ആദ്യം ഗാർഡൻ പോയിട്ട് വരാം. ഒന്ന് ഓക്കെ, നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കൊരു ഓർമ്മയുണ്ടായിരുന്നടി. ഏതിലായിരുന്നു ഇട്ടേ? വെയിങ് സ്കെയിലിൽ ഇടുന്ന ഇതാണോ? നമുക്ക് എടുക്കാം. നമുക്ക് ഗാർഡൻ പോയിട്ട് വരാം. വെയിങ് സ്കെയിൽ കാണുന്നു ഷിൻജ? ഓക്കെ, ഏത് വെയിങ് സ്കെയിലാണോ? ഇത് മറ്റേ ഫുഡിന്റെ അതിലൊന്നുണ്ട്, അതിൽ നിന്ന് എടുക്ക്. ഹാപ്പി? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് വാങ്ങിക്കേണ്ടത്. കാരണം എനിക്കൊരു ഓർമ്മയുണ്ടായിരുന്നു അവളുടെ കയ്യിലുണ്ടെന്നുള്ളത്. ഈ ഗാർഡനിൽ ഇത്രയൊന്നും പോശയും കാടും ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ഇപ്പം എല്ലാം വളർന്നു. നോക്ക്, പുല്ലെല്ലാം വളർന്നു. നല്ലതാ. ഈ ഇതൊക്കെ കണ്ട ഒരു ക്ലീൻ ചെയ്താൽ നല്ലതാ. അല്ല, ഈ ഇത് നല്ല സറൗണ്ടിങ് നല്ലതാ. പക്ഷെങ്കിൽ ഇവിടുത്തെ ഒരു പ്രശ്നം, ഇപ്പുറത്തെ വീട്ടുകാരും കാട് വളർത്തി വെച്ചേക്കും, അപ്പുറത്തെ വീട്ടുകാർ എന്തൊക്കെയോ കൊണ്ട് നിറച്ചിട്ടേക്കുക. മേ ബി പ്രായമുള്ളവരായിരിക്കും, അറിയത്തില്ല. എടി, നിനക്കത് കിട്ടി. ഞാൻ കഴിച്ചത് ചോദിക്കുക എന്തുവാന്ന്. ഇന്നലെ നമ്മൾ ഫ്രൈ ചെയ്തതിൽ ഒരെണ്ണം ബാക്കി വന്നില്ലേ? അതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഷിൻജയിനി ഒന്നേ ഉള്ള ആലീസിന് വെക്കുക. ആണോ, എന്നാ എനിക്കിത് വേണ്ടെന്ന് തിരിച്ചു തരുക. അതിതല്ല, ഇല്ലില്ല, ഇതെടുത്തതല്ല.
എനിക്കറിയാമായിരുന്നു ചിക്കൻ ഫ്രൈ ഇന്ന് അടിയുണ്ടാവും. ഇനി ഉണ്ട് മസാല തേച്ചത്, നമുക്ക് വയറത്ത് വെക്കാം. ഞാൻ പറയണ്ടേ, ഇത് നമ്മുടെ പേസ്റ്റ് അവളുടെ പേസ്റ്റ് എടുക്കരുത്. ഉടനെ ചോദിക്കും ആലീസിന്റെ പേസ്റ്റ് എന്ത് അവള് റൂമിൽ വെച്ചോ, അത് എന്ത് ചെയ്യുന്നു. മുറുക്ക് തരട്ടെ? ഹോട്ട് ചോക്ലേറ്റ് വേണോ? വേണ്ട. മമ്മി പറഞ്ഞു ഷിനോമോൻ ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടെന്ന്. അതിന് ഞാൻ പുതിയ വാങ്ങിച്ചു വെച്ച് തീർത്തിട്ട് പൊക്കോണം. എത്ര വണ്ണം കുറഞ്ഞിരി. ഇങ്ങനെയായിരുന്നു ലാസ്റ്റ് ടൈം വന്നപ്പോ. ഇത് ഫുൾ ഇത്രയും വീതി ഉണ്ടായിരുന്നു. ഫുൾ കവറിങ് ആയിരുന്നു. ഇപ്പൊ കവറേജ് കുറഞ്ഞു. It was very smooth. Very smooth. Compared to my previous 2 flights. 2? Previous 2 to 3 flights. 3 or 4? 4 flights. 5th time ആ വരുന്നേ. This time it was good. Experience ആയല്ലോ. ഇങ്ങനെ സമയത്തിൽ പിന്നെ ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു നല്ല. ഗൾഫ് എയർ സൂപ്പർ. പക്ഷെ എനിക്ക് ആദ്യം വന്നപ്പോ ഇഷ്ടപ്പെട്ടില്ല. ഗൾഫ് എയറിൽ നിനക്ക് വൈഫൈ കിട്ടും. എനിക്കൊരു മെസ്സേജ് പോലും അയച്ചില്ല. ഫ്ലൈറ്റിൽ ഇരുന്ന് ലാൻഡ് ചെയ്തപ്പോ. അത് ബിസിനസ് ക്ലാസ്സിലല്ലേ? ഗുഡ്. നമ്മൾ പ്രൊജക്ടർ എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് നോക്കിയിരിക്കുമായിരുന്നു. കാരണം അതിനൊരു സ്റ്റാൻഡ് വേണം. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റാൻഡ് വാങ്ങിക്കാമെന്ന്. അപ്പോഴേ ശ്രീദേശം പറഞ്ഞു എൻ്റെ ഒരു റിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പം വലിയ യൂസ് ഇല്ല. ഇപ്പോൾ സമ്മറൊക്കെ ആണല്ലോ, വെട്ടുണ്ട് വീഡിയോസ് എടുക്കുമ്പോൾ. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീദേശം പോയി ജസ്റ്റ് ഒന്ന് നോക്കി അതിൽ പറ്റുമോന്ന്. ഇവിടെ നമുക്ക് പ്രൊവിഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ. അതുകൊണ്ട് അതങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് എവിടെ വേണേലും വയ്ക്കാം. ഇത്ര നേരം നമ്മൾ കട്ടിലും ടേബിളിലും ഒക്കെ ബുക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇനിയിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫുൾ എനിക്ക് സിനിമ തിയേറ്റർ ചെയ്തു തരുവാണോ? ഓക്കെ, താങ്ക് യു. അലക്സയും കൂടെ കണക്റ്റ് ആക്കിയ മതി. ഇന്ന് മൂവിക്കൊന്നും പോകണ്ട. അങ്ങനെ നമ്മൾ കുറേ നേരം മൂവിയൊക്കെ ഇരുന്ന് കണ്ടു. നമ്മുടെ പഴയ CID മ്യൂസിയം, പുലിവാൽ കല്യാണം ഒക്കെ കോമഡി പോർഷൻസ് എടുത്ത് കണ്ടു. നമ്മള് ഇപ്പൊ ഫ്രണ്ട്സ് മൂവിയോട് ഓടിക്കൊണ്ടിരിക്കുവാണ്. എനിക്കത് ഇഷ്ടമാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ കഴിക്കാൻ വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ചപ്പാത്തികളതൊക്കെ കുഴച്ചിവിടെ വെച്ചെങ്കിലും കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് റാപ്പ് മതിയെന്ന്. കാരണം ഇവിടുത്തെ ഒരു കടയിലെ ചിക്കൻ റാപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതിലൊത്തിരി സോസ് ഒന്നും ചേർക്കത്തില്ല, പക്ഷെ നല്ലതാ ഗ്രിൽഡ് ചിക്കൻ റാപ്പ്. കാരണം പുള്ളിക്കാണെങ്കിൽ അങ്ങനെ ഒത്തിരി സോസ് ഒന്നും പിടിക്കത്തില്ല, കഴിക്കത്തുമില്ല. അപ്പോൾ അവിടുത്തെ കടയിലെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് ഓർഡർ ചെയ്തു. സാധനം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മമ്മി കൊടുത്തു വിട്ട സാധനങ്ങളെല്ലാം പറക്കിയൊക്കെ വെച്ച് തന്നെ. ഇത്രയും മാംഗോസ് നമുക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്, പഴുത്തതാണ്. ഇപ്പം കഴിക്കാൻ നല്ല പരുവമാണ്, നമുക്ക് കഴിക്കണം. പിന്നെ അതുപോലെ ചെറുള്ളി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ എല്ലാം കാണിക്കുന്നില്ല. പിന്നെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു, ബിക്കോസ് അത് ഹോം മെയ്ഡാണ്, അഴുക്കായി പോകുമോ എന്ന് പേടിച്ചിട്ട്. ഇത് മമ്മിയുടെ സ്പെഷ്യൽ സാധനമാണ്. ഞാൻ ആകെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് കൊടുത്തു വിടാനാണ്. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ ലഡു പോലെ മമ്മി ഉണ്ടാക്കും. അപ്പോൾ അതോരോ ലഡുവും ഇങ്ങനെ പൊതിഞ്ഞു വെച്ച് റാപ്പ് ചെയ്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നാച്ചുറലാണ്. ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല, നാച്ചുറൽ ഷുഗർ. ഡേറ്റ്സിൻ്റെ എല്ലാം നാച്ചുറൽ ഷുഗർ മാത്രമേ ഇതിൽ ആഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് ഫ്രിഡ്ജിൽ വെച്ചു, ബിക്കോസ് ഇങ്ങനെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എക്സ്ട്രാ ഒന്നും പ്രിസർവേറ്റീവ് ചേർത്തില്ലെങ്കിൽ അത് അഴുക്കായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പരിപ്പ്, കടല, അങ്ങനത്തെയൊക്കെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. വേറെ എന്നാ കഴിക്കാൻ, പിന്നെ ഒരു സ്വീറ്റ്സിൻ്റെ ബോക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെയുണ്ട്. അതിൽ പിന്നെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കണം. ഒത്തിരി ഇല്ല, ഞാൻ പറഞ്ഞത് കുറേ വേണ്ടാന്ന് പറഞ്ഞു. കാരണം മധുരമല്ലേ, മധുരം കൊടുത്ത് ആരെ എൻകറേജ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഓൾറെഡി ചിപ്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ബേക്കറീസ് ആണെങ്കിലും കുറവാണ്.
പിന്നെ ജസ്റ്റ് ഒരു ബോക്സ് പേട, കാരണം ഗുജറാത്തിലൊക്കെ അത് ഒത്തിരി സ്പെഷ്യലാണല്ലോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ വെറൈറ്റി ആയിട്ട് മിക്സ് ചെയ്തൊരു ബോക്സ് കൊണ്ടുവരാൻ പറഞ്ഞു. അതിവിടെ ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാം അൺബോക്സ് ചെയ്ത് ഞാൻ അടുക്കി വെച്ചു. അപ്പോൾ ഇന്നത് ചെയ്താൽ ആ പണി അങ്ങ് തീരുമല്ലോ, അല്ലെങ്കിൽ പിന്നെ അത് പിന്നെയും പെൻഡിങ് ആയിട്ടിരിക്കും. ഞാൻ ഓർത്തു നാളെ സൺഡേ ആണ്, നമുക്ക് പള്ളിയിൽ പോകണം, നമുക്ക് ഷോപ്പിംഗ് പോകാനുണ്ട്, നമുക്ക് ഒരു വലിയ പ്രോഗ്രാം വരുന്നുണ്ട് നെക്സ്റ്റ് സൺഡേയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ ഡിന്നർ എല്ലാം കഴിഞ്ഞു. സർ അതൊന്ന് ഓഫ് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് സംസാരിക്കാമായിരുന്നു. നമ്മുടെ ഡിന്നർ എല്ലാം കഴിഞ്ഞു. ഇപ്പം നാട്ടിലെ ടൈം 1:30 കഴിഞ്ഞല്ലേ ഷിൻജ? എനിക്കും ഉറക്കം വരുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത് തുടങ്ങിയ ടൈമിൽ എന്തുകൊണ്ടാണ് ഇത്തവണ ശനിദിവസം വരുന്നതിൽ ഞാൻ ഇത്ര എക്സൈറ്റഡ് എന്ന് ഞാൻ പറയാനൊക്കെ തുടങ്ങിയായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഓർത്ത് ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ, ഇതിങ്ങനെ പോട്ടെ, കാരണം അത് അങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉടനെ തന്നെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.